ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ചാണ്. ഞാനിത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 2-3 എപ്പിസോഡായിട്ട് ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും അതേപ്പറ്റി പറയുന്നത്? അതിനൊരു കാരണമുണ്ട്. 2 ആഴ്ച മുമ്പ് അമല മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ കുട്ടികളെ അഭിസംബോധന ചെയ്യാനായിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. അവരെനിക്ക് തന്ന വിഷയം ടൈം മാനേജ്മെൻറ്റ് ആയിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് മെഡിക്കൽ വിദ്യാഭ്യാസം അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. പണ്ടൊക്കെ മെഡിക്കൽ കോളേജ് തുറക്കണ അന്ന് തന്നെ അവരുടെ മെഡിക്കൽ വിഷയങ്ങൾ അവർ പഠിച്ചു തുടങ്ങും. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് ആദ്യത്തെ ഒരു മാസം അവർക്ക് ഓറിയൻറ്റേഷൻ കോഴ്സാണ്. സാധാരണ മെഡിക്കൽ വിഷയങ്ങൾ എടുക്കുന്നതിന് പകരം മൂല്യങ്ങളെക്കുറിച്ചും ഒക്കെ അവർക്ക് അറിവുണ്ടാക്കി കൊടുക്കുകയാണ്. വളരെ നല്ല ഒരു മൂവ്മെൻ്റായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വരുന്നതിൻ്റെ ഒരു ലക്ഷണം നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും. ഈ അടുത്ത വരുന്ന വർഷം 45,000 സീറ്റുകളാണ് കൂട്ടാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ 45,000 സീറ്റുകൾ കൂട്ടുന്നു. അടുത്ത വർഷം തന്നെ 5,800 കോളേജുകൾ സ്ഥാപിക്കാൻ പോകുന്നു, മെഡിക്കൽ കോളേജുകൾ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പുതിയ ഒരു ഉണർവോടുകൂടിയാണ് ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ടൈം മാനേജ്മെൻറ്റിലേക്ക് വരാം. നമുക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതം തന്നെ, നമ്മുടെ ജന്മം ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നല്ല വീട്, നല്ല അപ്പനും അമ്മയും, നല്ല സാമ്പത്തിക നില, ഇങ്ങനെയൊക്കെ അതെല്ലാം അനുഗ്രഹങ്ങളാണ്. പക്ഷേ ഈ അനുഗ്രഹങ്ങളൊക്കെ വേരി ചെയ്യും. എല്ലാവർക്കും ഒരുപോലെ അല്ല. എന്നാൽ എല്ലാവർക്കും ഒരുപോലെ ദൈവം നൽകിയ ഒരു അനുഗ്രഹമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് സമയമാണ്. ലോകത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരേ സമയമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ദിവസത്തിൽ 24 മണിക്കൂർ. ദൈവമാണ് ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ്. എല്ലാവർക്കും ഒരുപോലെ. ഇത് മാത്രമല്ല, കഴിവുകളും ദൈവം ഒരുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവ് ഇതാണ്. എല്ലാ മനുഷ്യർക്കും ഒരേ നമ്പർ ന്യൂറോണാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ആ ന്യൂറോണുകളുടെ എണ്ണം 80 മില്യനാണ്. ഈ കഴിവുകൾ നമ്മൾ പുറത്ത് വരുമ്പോൾ ഡിഫറൻ്റായി കാണുന്നതിൻ്റെ കാരണം ദൈവമല്ല. അത് ആരിലൂടെ പുറത്തു വരുന്നുവോ അവരുടെ പ്രത്യേകതകളാണ് ആ കഴിവുകൾക്ക് മാറ്റമുണ്ടാകുന്നതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം സമയമാണ്. ഈ സമയം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പലരും ഈ സമയത്തിൽ നല്ലൊരു ഭാഗം വേസ്റ്റാക്കി കളയുകയാണ്. ഞാൻ ഒരു വാചകം വിശുദ്ധ ബൈബിളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് കൊണ്ടുവരികയാണ്. പൗലോസ്ലീഹ പറഞ്ഞ ഒരു വാചകം: നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുവിൻ എന്നുള്ളതിന് പകരം പൂർണ്ണമായി ചെലവഴിക്കുവിൻ എന്നൊന്നും അല്ല പറഞ്ഞത്. പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ, യൂസ്ഫുള്ളാക്കി മാറ്റുക. നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അത് നിങ്ങൾക്ക് പ്രയോജനമുള്ള, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള ഒരു കാര്യമാക്കി മാറ്റുക എന്നാണ്. ഈ വാചകം എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ പോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകന് ഇത് 101% ബാധകമാണ്. ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിക്കും ഇതുപോലെ തന്നെ ഇത് ബാധകമായിട്ടുള്ള, ജീവിതത്തിലെ എല്ലാ തുറകളിലുമുള്ളവർക്ക്
പ്രയോജനപ്പെടുന്ന ഒരു വാചകമാണ് ഇത്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. നമുക്ക് വിദ്യാർത്ഥികളിലേക്ക് കടന്നു വരാം. വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ സമയം ദുരുപയോഗപ്പെടുത്തുന്നത്? പലരും ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാര്യം കൂടുതൽ കിടന്ന് ഉറങ്ങിയിട്ടാണ്. നേരത്തെ എഴുന്നേൽക്കില്ല. നേരത്തെ എഴുന്നേറ്റാലാണ് സമയം നമുക്ക് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റുകയുള്ളൂ. 24 മണിക്കൂർ സമയത്തിൽ നമുക്ക് 3ആയിട്ട് തിരിക്കാം. 8 മണിക്കൂർ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാനും വരാനും ക്ലാസ്സിലിരിക്കാനും കൂടി ഒരു 8 മണിക്കൂർ. അത്രയും വേണ്ടാത്തവരുണ്ട്, അതിലും കുറച്ചുകൂടി കൂടുതൽ ആവശ്യമുള്ളവരുമുണ്ട്. കാരണം വളരെ അകലെയെന്ന് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്തുന്ന ആളുകൾക്ക് അല്പം കൂടി സമയമൊക്കെ കൂടുതൽ വരും. എന്നാലും 8 മണിക്കൂർ നമുക്കൊരു ആവറേജ് എടുക്കാം. 8 മണിക്കൂർ അധ്വാനിക്കണം, പഠിക്കണം ഒരു വിദ്യാർത്ഥി. പിന്നെ 8 മണിക്കൂറുണ്ട്. ഈ 8 മണിക്കൂർ പേഴ്സണൽ നീഡ്സിന് വേണ്ടി ചിലവഴിക്കണം. പേഴ്സണൽ നീഡ്സിൽ ഒന്നാണ് ഉറക്കം. അത് വ്യക്തിപരമായി ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം, എങ്കിലും ഉറക്കത്തിന് ഒരു 6 മണിക്കൂർ വരെ ആകാം. 5 മുതൽ 6 മണിക്കൂർ വരെ. അത് നമ്മുടെ പരിചയം കൊണ്ട് നമുക്ക് 6 മണിക്കൂർ ചിലപ്പോൾ വേണ്ടി വരാം. അങ്ങനെ ഉറങ്ങി ശീലിച്ചവർ അത് നിങ്ങളൊന്നൊരു 5.25 മണിക്കൂറാക്കി നോക്കൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 5.25 മണിക്കൂർ ഉറങ്ങിയാൽ മതി. നിങ്ങൾ ഫ്രഷാണ്, എഴുന്നേൽക്കുമ്പോൾ ഫ്രഷാണ്. ചിലപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞൊരു 15 മിനിറ്റും കൂടി അതിൽ കട്ട് ചെയ്ത് നോക്കൂ. 5.5 മണിക്കൂർ ഉറങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് എഴുന്നേൽക്കുമ്പോൾ നല്ല റിഫ്രഷ്ഡായി മാറുന്നു. അങ്ങനെ കുറച്ച് നമുക്ക് കുറച്ചും കൂടി കുറയ്ക്കാനൊക്കെ കഴിയും. ചിലരൊക്കെ കുറച്ച് കാലഘട്ടത്തിലെങ്കിലും 6 മണിക്കൂറോ 5 മണിക്കൂറോ ഒന്നും ഉറങ്ങാറില്ല. പലരും അങ്ങനെയാണ്, ഉറങ്ങുന്നില്ല. ഒരു വിദ്യാർത്ഥി, അയാൾ നമ്മളവിടെ പഠിച്ചു പോയി, മെഡിസിന് കഴിഞ്ഞു, PG കഴിഞ്ഞു, സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് പഠിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് പറയുകയുണ്ടായി, ഞങ്ങൾ വിചാരിച്ചു ഇവിടെ പഠിക്കുമ്പോഴാണ് ഏറ്റവും അധികം സമയക്കുറവ് ഉറങ്ങാനും പിടിക്കാനൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല മാഷേ, ഒട്ടും സമയം കിട്ടുന്നത് പോലെ തോന്നുന്നില്ല. ഒന്ന് വിശ്രമിക്കാനൊരു സമയം പോലും കിട്ടുന്നില്ല, അത്രയും ജോലിയാണ്. ഞാൻ ചോദിച്ചു, എന്താ അതങ്ങനെ? ഞങ്ങളുടെ പ്രൊഫസർമാരൊക്കെ പലപ്പോഴും വിസിറ്റിംഗ് ആയിരിക്കും, അവിടെ ഇവിടെയൊക്കെ അവർക്ക് ലെക്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ അതിന് പോകും. അപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് പഠിക്കുന്ന സീനിയറായിട്ടുള്ള വിദ്യാർത്ഥിയായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരിക. എനിക്കൊക്കെ അനുഭവപ്പെടുന്ന ഒട്ടും വിശ്രമിക്കാൻ സമയമില്ല എന്നാണ്. ആകെ കിട്ടുന്നത് ഒരു ഫ്ലോറിൽ നിന്ന് വേറൊരു ഫ്ലോറിലേക്ക് ലിഫ്റ്റിൽ പോകുമ്പോഴാണ് കുറച്ചൊരു വിശ്രമം തന്നെ കിട്ടുന്നത് എന്നൊക്കെ. അപ്പം അങ്ങനെ വിശ്രമം കൂടാതെ അധ്വാനിക്കാനൊക്കെ നമുക്ക് ദൈവം കഴിവ് തന്നിട്ടുണ്ട്. എല്ലാ ദിവസവും വിശ്രമം കൂടാതെ അധ്വാനിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില VIP-മാരുടെ ഓപ്പറേഷനെ കുറിച്ചുള്ള റിപ്പോർട്ട്. മൻമോഹൻ സിംഗിൻ്റെ ഓപ്പറേഷൻ, അത് 10-24 മണിക്കൂറോ മറ്റോ എടുത്തു എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ആ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ഡോക്ടർ ഉറങ്ങാൻ പോയിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ല. കണ്ടിന്യൂസ് ആയിട്ട് അത്രയും സമയം പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കഴിവൊക്കെ ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് പലരും കാണുന്നില്ല, ഉപയോഗപ്പെടുത്തുന്നില്ല. അത് എക്സ്പീരിയൻസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കൂടുതൽ ഉറങ്ങിയാണ് നമ്മൾ സമയം നഷ്ടപ്പെടുത്തുന്നത്. രണ്ടാമത്തേത് ഗോസിപ്പാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും. കഴിയുന്നതും ആവശ്യത്തിന് മാത്രം സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. തമാശയൊക്കെ പറയാൻ കുഴപ്പമൊന്നുമില്ല. തമാശ പറയേണ്ടടുത്ത് തമാശ പറയണം, അവരെ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം.
ആവശ്യമില്ലാതെ സംസാരിക്കരുത്. നമ്മൾ കൂടുതൽ സംസാരിക്കും തോറും കൂടുതൽ തെറ്റുകൾ വന്നുപെടും. നമ്മൾ നടത്തുന്ന ഏതെങ്കിലും ഒരു പരാമർശം ഒരു നെഗറ്റീവ് പരാമർശമായി മാറാം. അത് നമുക്ക് ദ്രോഹം ചെയ്യും. അതുകൊണ്ട് വാക്കുകളെ കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. വാക്കുകളെ കുറയ്ക്കുക. പിന്നെ ഒന്നുള്ളത് കളികളിലാണ്. ഞാനൊക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ സമയം കുട്ടികൾ നഷ്ടപ്പെടുത്തിയിരുന്നത് സിനിമയ്ക്ക് പോയിട്ടാണ്. ഹോസ്റ്റലിലൊക്കെ താമസിക്കുമ്പോൾ സിനിമയ്ക്ക് പോകാനായിട്ട് അനുവാദമൊന്നുമില്ല. ഞങ്ങൾക്ക് മാസത്തിലൊരിക്കലൊരു സിനിമ കാണുന്നതിനാണ് ഞാൻ പറയുന്നത്. 10-60 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. മാസത്തിലൊരിക്കൽ ഒരു സിനിമ കാണാൻ പോവാം. പക്ഷേ പല കുട്ടികളും സെക്കൻഡ് ഷോയ്ക്കൊക്കെ പോവും. പലതരത്തിലുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് അവർ മതിൽ ചാടി പുറത്ത് പോകും. ഗേറ്റിൻ്റെ അവിടെ വാച്ച്മാൻ ഉണ്ടാവും, അതിലെ കടന്നു പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ സിനിമയായിരുന്നു അന്ന് കുട്ടികളുടെ സമയം നഷ്ടപ്പെടുത്തുന്നതെന്ന്. പിന്നീട് അത് ടി വി ആയി. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് സമയം നഷ്ടപ്പെടുത്തുന്നു. ടി വിയുടെ കാലവും പോയി. ഇപ്പോൾ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് ആണ് സമയം നഷ്ടപ്പെടുത്തുന്നത്. അവിടെയൊക്കെ നല്ല നിയന്ത്രണം വേണം. ഞങ്ങളുടെ ഹോസ്റ്റലിൽ സ്മാർട്ട് ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്ന് ഒരു നിയമം വെച്ചിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് മാത്രമല്ല, നമുക്കൊക്കെ നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞുകൂടെ, നമുക്കൊക്കെ തെറ്റിലേക്ക് പോകാനുള്ള ഒരു പ്രവണത ഉണ്ട്. തെറ്റിലേക്ക് പോകാനുള്ള പ്രവണത. പഠിക്കാതിരിക്കുന്നത് ഒരു വലിയ തെറ്റാണ്. പഠിക്കാതിരിക്കുമ്പോൾ അവർ സമയം ചെലവഴിക്കുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് സ്മാർട്ട് ഫോൺ ഞങ്ങൾ അനുവദിക്കാറില്ല. അങ്ങനെ പല കുട്ടികളും പക്ഷേ ഞങ്ങളെ കബളിപ്പിച്ച് സ്മാർട്ട് ഫോൺ കൊണ്ട് നടക്കും. അവരൊക്കെ ചെയ്യുന്നത് അവരുടെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വേറെ ഒരു തരത്തിൽ കുട്ടികൾ സമയം നഷ്ടപ്പെടുത്തുന്നത് ക്ലാസ്സിൽ ഗോസിപ്പാണ്. ക്ലാസ്സിൽ അവർ മർമർ ചെയ്തുകൊണ്ടിരിക്കും. ക്ലാസ്സിൽ അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടാവും. അധ്യാപകൻ പഠിപ്പിക്കുന്നു, 1 മണിക്കൂർ പഠിപ്പിക്കുന്നു. അദ്ദേഹം കുട്ടികൾ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നാൽ ആ 1 മണിക്കൂർ പ്രയോജനപ്പെട്ടു. എന്നാൽ ആ മണിക്കൂറിൽ കുറേ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം, ബൈ മർമർ. അപ്പോൾ അവർക്ക് ആ 1 മണിക്കൂർ മുഴുവൻ പ്രയോജനപ്പെട്ടോ? ഇല്ല. ഇതുപോലെ തന്നെയാണ് പഠിക്കാനിരിക്കുമ്പോൾ. പലരും പഠിക്കാനിരിക്കുമ്പോൾ ചെയ്യുന്നത് അടുത്തിരിക്കുന്ന ആളോട് സംസാരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി കൊടുത്തു. അത് ക്ലാസ്സിലും ചെയ്യുന്നുണ്ട് കുട്ടികൾ. എന്തെങ്കിലും ഒരു കടലാസിൽ എഴുതി അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ആ കുട്ടി അതിന് മറുപടി ഇങ്ങോട്ട് എഴുതി. ഈ സമയം മുഴുവൻ ഈ കുട്ടികൾ ക്ലാസ്സിലെടുക്കുന്നത് കേൾക്കുന്നില്ല. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും മെച്ചമുണ്ടായോ? ഇല്ല. അത് നഷ്ടപ്പെട്ടു പോയി. ഇതുപോലെ തന്നെ സമയം വരുന്ന ഒരു കാര്യം കുട്ടികൾ പരീക്ഷ എഴുതുമ്പോഴാണ്. പരീക്ഷ എഴുതുമ്പോൾ അവർ സമയം നഷ്ടം വരുന്നത് ഇങ്ങനെയാണ്. അവർ തെറ്റുകൾ എഴുതുകയാണ്. കൃത്യമായി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഫോർമുല കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു ഫോർമുല വെച്ച് ചെയ്തു തുടങ്ങി. അപ്പോൾ ഉത്തരം കിട്ടണില്ല. അപ്പോൾ മനസ്സിലായി ആ ഫോർമുല തെറ്റാണെന്ന്. അപ്പോൾ വേറൊരു ഫോർമുല ഉപയോഗിച്ച് ചെയ്തു. അപ്പോൾ ശരിക്കുള്ള ഉത്തരം കിട്ടി. ഉത്തരം കിട്ടിയാലും അവൻ്റെ സമയം 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ നഷ്ടപ്പെട്ടു. പരീക്ഷാ ഹാളിലെ ഓരോ മിനിറ്റും പ്രധാനപ്പെട്ടതാണ്. ഒരു എൻട്രൻസ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 1 മിനിറ്റ് ഒരു ചോദ്യം ചെയ്യാനുള്ള സമയമാണ്. ചോദ്യം വായിക്കാൻ, ചോദ്യം അർത്ഥം മനസ്സിലാക്കാൻ, എന്താ ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ, തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ, ഫോർമുല എഴുതാൻ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, സിംപ്ലിഫൈ ചെയ്യാൻ, അതെല്ലാം കഴിഞ്ഞ് ഇത് ഉത്തരക്കടലാസിൽ മാർക്ക് ചെയ്യാൻ, എല്ലാത്തിനും കൂടി 1 മിനിറ്റ് താഴെയുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല അക്യുറേറ്റായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ സമയം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആക്യുറസി ഇല്ലാത്ത ഒരു സ്റ്റുഡൻറ്റ് അവന് തെറ്റായ ഒരു ചോദ്യം
തെറ്റായ ഒരു ഫോർമുല എഴുതി അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അവൻ്റെ സമയം നഷ്ടപ്പെടുകയാണ്. എന്നാൽ അവൻ ആദ്യത്തെ ഫോർമുല തന്നെ ശരിയായി എഴുതി ശരിയായ ഉത്തരം കിട്ടിയ കുട്ടി ഇവനേക്കാൾ 4 മാർക്ക് 5 മാർക്ക് മുമ്പിലായിരിക്കും. സോ അക്യുറസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നല്ല മെമ്മറി പവർ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്താലാണ് ഒരു വിദ്യാർത്ഥിക്ക് സമയം വേണ്ടതുപോലെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ, വേണ്ടതുപോലെ മാനേജ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ ഇതുപോലെ തന്നെയാണ് സ്പീഡ്. ചില കുട്ടികളുണ്ട് വളരെ സ്ലോവിലാണ് ചിന്തിക്കുന്നത്, സ്ലോവിലാണ് എഴുതുന്നത്, സ്ലോവിലാണ് മാർക്ക് ചെയ്യുന്നത്, സ്ലോ ആണ്. അങ്ങനെ സ്ലോ ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിന് സമയം നഷ്ടപ്പെടും. അപ്പോൾ സ്പീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ സ്പീഡിൻ്റെ യുഗത്തിലാണ് ജീവിക്കുന്നത്. സ്പീഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഫാസ്റ്റായിട്ട് നടക്കാൻ, ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ നമ്മൾ പരിശീലിക്കണം. അതല്ലാതെ പരീക്ഷയുടെ അന്ന് അല്ലെങ്കിൽ മാത്രം നമുക്കത് ചെയ്യാൻ കഴിയില്ല. നമ്മളുടെ ദൈനംദിന പ്രവർത്തികൾ ഫാസ്റ്റായിട്ട് ചെയ്ത് പഠിക്കണം. ഇന്നലെ ഞാൻ ഓർക്കുന്നു, മെസ് ഹാളിൽ ചെല്ലുമ്പോൾ മെസ് ഹാളിൽ ഒരേ സമയത്ത് 200 പേരോളം ഭക്ഷണം കഴിക്കാനിരിക്കും. പക്ഷേ ഒരു 40 പേരോളം അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, എന്താ മക്കളെ, നിങ്ങൾ എഴുന്നേറ്റ് പോയില്ലല്ലോ? അവർ പതുക്കെ ഭക്ഷണം കഴിക്കുകയാണ്, മറ്റുള്ളവരോട് വർത്തമാനം പറഞ്ഞ്. കുഴപ്പമില്ല, പക്ഷേ ഒരു മിനിമം സമയം എടുക്കാൻ പാടുള്ളൂ. സമയം വിലപ്പെട്ട ആൾക്കാരുണ്ട്. വിദ്യാർത്ഥി അതിൽ ഒരാളാണ്, അധ്യാപകൻ വേറൊരാളാണ്, ബിസിനസ്സുകാരനൊക്കെ സമയം വിലപ്പെട്ടവരാണ്. പ്രത്യേക ജോലിയൊന്നും ഇല്ലാത്ത ആളുകൾക്ക് സമയത്തിന് അത്ര വിലയുണ്ടാവില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ഓപ്റ്റിമം സമയം എടുക്കണം. അത് ചവച്ചരച്ച് കഴിക്കാനായിട്ടുള്ള സമയം എത്രയാണോ അത്രയും സമയം എടുക്കണം. അതിൽ കൂടുതൽ സമയം എടുത്താൽ അയാൾക്ക് സമയനഷ്ടം ഉണ്ടാകും, സമയം പോരായ വരും, അയാളുടെ വർക്ക് ഔട്ട്പുട്ട് കുറവായിരിക്കും. എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ഇന്നത്തെ വർക്ക് ഔട്ട്പുട്ട് എത്രയാണ്. ഒരു ബിസിനസ്സുകാരൻ അന്നത്തെ വരുമാനം എത്രയാണ്, PDL വന്നവർ തന്ന പണം എത്രയാണെന്ന് എണ്ണി നോക്കുമ്പോൾ പോലെ നമ്മൾ ഒരു ദിവസത്തിൻ്റെ അവസാനത്തിൽ എത്ര സമയം നമ്മൾ പ്രയോജനപ്പെടുത്തി എന്ന് എഴുതണം എന്ന് നമ്മൾ നോക്കുകയാണ്. ഇന്ന് എനിക്ക് 8 മണിക്കൂർ പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല. 8 മണിക്കൂറാണ് നമ്മൾ വർക്ക് ഔട്ട്പുട്ട് വേണ്ടത് മിനിമം. ഒരു ഹോളിഡേയിൽ 14 മണിക്കൂറും വേണം. കാരണം 6 മണിക്കൂർ സ്കൂളിൽ പോകേണ്ട 6 മണിക്കൂർ കിട്ടും. അപ്പോൾ 8 6 14. ഇത്രയും വർക്ക് ഔട്ട്പുട്ട് എനിക്ക് ഉണ്ടായോ ഇല്ലയോ? ഉണ്ടായില്ല എങ്കിൽ എന്തുകൊണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. അത് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ഓരോ ദിവസവും കൂടുതൽ പ്രയോജനം ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായി മാറും. നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് സമയം നഷ്ടപ്പെടുത്തുന്ന വഴികൾ ഏതൊക്കെയാണ്, അത് കണ്ടുപിടിക്കണം. സമയം നഷ്ടപ്പെടുന്ന വഴികൾ ഏതൊക്കെയാണ്, അത് അവോയ്ഡ് ചെയ്യണം, ഗിവ് അപ്പ്, അത് ഉപേക്ഷിക്കണം. അത് ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഒരു മെത്തേഡ്, ഇപ്പോൾ നിങ്ങൾക്ക് എറണാകുളത്ത്, നിങ്ങൾ തൃശ്ശൂരാണ് താമസിക്കുന്നത്, എറണാകുളത്ത് ഒരു കാര്യം ചെയ്യാനുണ്ട്. അത് വേണ്ട, അവിടേക്കൊന്നും പോകണ്ട, തൃശ്ശൂർ തന്നെ നിങ്ങൾക്ക് ഒരു PDN കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സാധനം, ഒരു പേന മേടിക്കണമെന്ന് തോന്നി. പേന മേടിക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ പോയി പേന മേടിച്ച് വരികയാണെങ്കിൽ അത്രയും സമയം നഷ്ടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഒരു ബുക്ക് മേടിക്കണം എന്ന്. അപ്പോൾ ബുക്ക് മേടിക്കാനായിട്ട് നിങ്ങൾ പോയി തിരിച്ചു വന്നു, അത്രയും സമയം നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് ഒരു സമയം കണക്കാക്കണം. അത് ഏറ്റവും നന്നായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. എപ്പോഴാണ് ഷോപ്പിംഗ്? നമുക്ക് ഒഴിവുള്ള സമയത്തേ ഷോപ്പിങ്ങിന് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം, നമ്മൾ പോകുന്ന സമയത്ത് മാർക്കറ്റിൽ തിരക്കുള്ള, PDL തിരക്കുള്ള സമയമാണെങ്കിൽ നമ്മൾ അപ്പോൾ പോകരുത്. തിരക്കില്ലാത്ത സമയത്ത് വേണം പോകാനായിട്ട്. പോകുമ്പോൾ ഒരു ലിസ്റ്റായിട്ട് വേണം പോകാൻ. അപ്പോൾ പേന വേണമെന്ന് തോന്നി,
വേറെ പേന ഇല്ല എങ്കിൽ നമ്മൾ പേന എപ്പോഴും അഡ്വാൻസായിട്ട് കരുതണം. അല്ലാതെ കണ്ട് എഴുതാതായപ്പോഴാണ് പേന അന്വേഷിച്ചത് അല്ല. എപ്പോഴും ഒരു പേന അഡ്വാൻസായിട്ട് എഴുതുക. ഒരു പേന ഉപയോഗിക്കുന്ന കാലഘട്ടം ഏകദേശം 15 ദിവസമൊക്കെ ഉണ്ടാവും. ഈ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളൊരു ദിവസം ഷോപ്പിങ്ങിന് പോയാൽ മതി. പുസ്തകം മറിച്ച് നോക്കിയാൽ അറിയാം പേജ് കുറഞ്ഞു. അപ്പോൾ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്കൊരു പുസ്തകം ആവശ്യം വരും. അപ്പോൾ പുസ്തകത്തിൻ്റെ പേര് ലിസ്റ്റിൽ എഴുതി. അങ്ങനെ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ ആ ലിസ്റ്റ് എഴുതി. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ അതിന് വേണ്ടി അത് മേടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ മിനിമം സമയം കൊണ്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇതുപോലെ ഒരു ഹോസ്റ്റലിൽ കുറേ കുട്ടികൾ താമസിച്ച് പഠിക്കുന്നവരാണെന്ന് വിചാരിക്കുക. ഒരു ഫ്ലോറിൽ 40 ആളോ 30 ആളോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ഒരു കുപ്പി വെള്ളം ശേഖരിക്കാനായിട്ട് പോകണം. കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ, അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്ത വെള്ളം മാത്രമേ. ഫിൽട്ടർ ചെയ്തതിനേക്കാൾ നല്ലത് തിളപ്പിച്ചാറ്റിയ വെള്ളമായിരിക്കും. ടൈഫോയിഡ്, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം മുതലായ രോഗങ്ങൾ പടരുന്നത് വെള്ളത്തിലൂടെയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ടൈം മാനേജ്മെൻറ്റിൻ്റെ വലിയ ഘടകങ്ങളിലൊന്നാണ്. നിങ്ങളൊരു രോഗിയായാൽ നിങ്ങളുടെ സമയം എത്രയാണ് പോകുക, എത്ര ദിവസമാണ് നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്യേണ്ടി വരിക, എത്ര ദിവസമാണ് നിങ്ങൾ വിശ്രമിക്കേണ്ടി വരിക. നിങ്ങളുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് രോഗങ്ങൾ. അപ്പോൾ രോഗങ്ങൾ വരാതെ നോക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ടൈം മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് രോഗം വരാതെ ഒരു ജീവിതം നയിക്കുക എന്നുള്ളത്. അറിയണം എന്തൊക്കെയാണ് ഉണ്ടാവാൻ വഴി രോഗങ്ങൾ. അത് മനസ്സിലാക്കി അതിന് പ്രിവെൻഷൻ നമ്മൾ എടുക്കണം. ഇപ്പോൾ ഒരുപാട് വാക്സിനുകൾ അവൈലബിളാണ്. ഈ വാക്സിനുകളൊക്കെ എടുത്താൽ ഇപ്പോൾ കോൾഡിന് വരെ വാക്സിനുണ്ട് എന്ന് പറയുന്നു, വൈറലിനും ഒക്കെ വാക്സിനുണ്ട് എന്ന് പറയും. അപ്പോൾ അതൊക്കെ എടുക്കുന്നത് നല്ലതാണ്. ഒരു H1N1 അതിന് വാക്സിനുണ്ട്. അത് വന്നുപെട്ടാൽ എത്ര ദിവസം നമുക്ക് നഷ്ടപ്പെടും? നമുക്ക് മാത്രമല്ല, നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്കത് പകരാനിട വരും. അപ്പോൾ നമ്മുടെ ആരോഗ്യം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ, രോഗത്തിന് മുക്തി നേടാനായിട്ട് ശരിയായ ഭക്ഷണം, അതുപോലെ ശരിയായ വ്യായാമം, ശരിയായ ചിന്തകൾ, ഇതെല്ലാം ആവശ്യമാണ്. പാപരഹിതമായ ഒരു ജീവിതം, ഇതെല്ലാം ഉണ്ടെങ്കിൽ രോഗങ്ങളൊന്നും വരികയില്ല. ശരിയായ ജീവിതം, സന്തോഷപ്രദമായ ഒരു ജീവിതം, എപ്പോഴും സന്തോഷത്തോട്, അതും സെയിൻറ്റ് പോൾ പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഇത് രണ്ടും നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സമയനഷ്ടം വരില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ച് കണ്ടുപിടിക്കണം, നിങ്ങളുടെ സമയം മുഴുവൻ തീർന്നു പോകുന്നത് ഏത് വഴിയിലാണ്, ഏത് റൂട്ടുകളിലൂടെയാണ് നിങ്ങളുടെ സമയം ചോർന്നു പോകുന്നത്. നമ്മളാരും വേസ്റ്റാക്കില്ല, അത് ചോർന്നു പോകുന്നതാണ്. ഒരു ദിവസത്തിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്, ഓ എൻ്റെ സമയം കുറേ ചോർന്നു പോയി. അതേതുപോലെയാണെന്നറിയാമോ? ഒരു ദ്വാരമുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളങ്ങൾ എടുത്തു വെച്ചു, പെട്ടെന്ന് നിങ്ങൾ അറിയില്ല അത് ചോർന്നു പോകുന്നുണ്ടെന്ന്. ചെറിയ സുഷിരമായിരിക്കും. അതിലൂടെ നിങ്ങൾ വൈകുന്നേരം ചെല്ലുമ്പോൾ വെള്ളം ഒന്നും കാര്യമായിട്ട് അതിലുണ്ടാവില്ല, ഒക്കെ നിലത്ത് പോയിട്ടുണ്ടാവും. ഇതുപോലെ ചോർന്നു പോകുന്നതാണ് നമ്മുടെ സമയം. ആ ചോർന്നു പോകുന്നതായതുകൊണ്ട് അത് ആ ചോർച്ചയുടെ സുഷിരം നമ്മൾ ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരില്ല. അത് മനസ്സിലാക്കി തരണം. ഇതുപോലെ സമയം നന്നായി ഉപയോഗപ്പെടുത്തുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടാവണം. സമയം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്ന കൂട്ടുകാർ, ആ കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോൾ സമയം നഷ്ടപ്പെട്ടു പോകില്ല. അല്ല, ലേസി ആയിട്ടുള്ള ആളുകൾ, അവരുടെ കൂടെ കൂട്ടുകൂടിയാൽ നിങ്ങൾക്ക് സമയം നഷ്ടപ്പെട്ടു പോകും. എപ്പോഴും ഏറ്റവും അധികം സമയം നിങ്ങൾ ഇൻപുട്ട് കൊടുക്കണം. ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കൊപ്ര മില്ലിലേക്ക് എത്ര കൊപ്ര ഇട്ട് കൊടുക്കുന്നുവോ അത്രയുമാണ് പിണ്ണാക്കും വെളിച്ചെണ്ണയും കിട്ടുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻപുട്ട് സമയമാണ്. ആ സമയം നമ്മൾ എത്രമാത്രം കൊടുക്കുന്നുവോ അത്രയും നമുക്ക് റിസൾട്ട് ഉണ്ടാവും.
ഒരു വ്യാപാരിയാണെങ്കിൽ ലാഭമുണ്ടാകും, ഒരു അധ്യാപകനാണെങ്കിൽ പോർഷൻ തീരും, ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് കൂടുതൽ മാർക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ സമയം ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുക. തെറ്റായ വഴികളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ഉണ്ടാകുക. ഇന്നത് ഇന്ന സമയത്ത് ഇന്നതുപോലെ ചെയ്യും എന്ന് നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ആ ടൈം ടേബിൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുക. ആ മാറ്റം വരുത്തിയ ടൈം ടേബിളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആവശ്യം വരുമ്പോൾ ടൈം ടേബിളിൽ മാറ്റം ഉണ്ടാക്കുകയും ചെയ്യുക. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.